അപ്പോൾ ഞാൻ എന്നും ഞങ്ങൾ ഞങ്ങൾ ഹിന്ദുക്കളാണ് കേട്ടോ, ഞാൻ എന്നും ഉടമ്പടി പ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനം നടത്തുമായിരുന്നു, എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഞങ്ങൾ ഉടമ്പടി എടുത്തവരല്ലേ, എന്തിനാ പേടിക്കുന്നത്, മാതാവ് ഉണ്ടല്ലോ കൂടെ. ഇത് മാതാവ് ഞങ്ങൾ എന്തോ പദ്ധതി കണ്ടിട്ടുണ്ട്, അത് ഉറപ്പാണ്. ഇതിനിടയിൽ എൻ്റെ ഒരു ബ്രദറുണ്ട്, ഇവിടെ പുള്ളി വന്നിട്ടുണ്ട് അച്ഛനെ കാണാൻ വേണ്ടി, ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ രജീഷാണ്. അദ്ദേഹം പറഞ്ഞു, ചേട്ടാ ഇതിങ്ങനെ ലേറ്റായി പോകുന്നെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. പുള്ളി യൂറോപ്പിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടാ ഒന്ന് യൂറോപ്പിലൊന്ന് ട്രൈ ചെയ്തോളൂ. എൻ്റെ പേര് സതീഷ്, ഇതെൻ്റെ വൈഫ് സിന്ധു. ഞങ്ങൾ തിരുവനന്തപുരം പരണിയം എന്ന സ്ഥലത്തു നിന്ന് വരികയാണ്. ഞാൻ ആദ്യമേ തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. കാരണം ഞങ്ങൾ ആൾറെഡി ഒരു സാക്ഷ്യം നവംബർ 20 പറഞ്ഞതാണ്. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് വീണ്ടും അമ്മയുടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള ഭാഗ്യവും യോഗ്യതയും നൽകി അനുഗ്രഹിക്കണമേ അമ്മയെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ അത് സാധിച്ചു തന്നു. ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ ഇപ്പോൾ വന്നത് എൻ്റെ ജോലി സംബന്ധിച്ചുള്ള ഒരു സാക്ഷ്യം പറയുവാനാണ്. ഞാൻ ദുബായിലായിരുന്നു. 2020 ഞാൻ കോവിഡ് മുഖാന്തരം ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തി. അപ്പോൾ ഇനി തിരിച്ചു പോകാനും എന്തായാലും കഴിയത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. നാട്ടിലൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ പോവുകയായിരുന്നു. ഏപ്രിൽ 6 വന്നാണ് ഇവിടെ ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഏപ്രിൽ 12 എനിക്ക് ദുബായിൽ നിന്നൊരു മെസ്സേജ് വരുന്നു, സതീഷ് ഖത്തറിൽ ഒരു വേക്കൻസി ഉണ്ട്, സതീഷിനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്തു, എന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് വീണ്ടും അബ്രോഡിൽ പോകാനുള്ള ഒരു എന്താ പറയുന്ന ഒരു ആഗ്രഹം വന്നു. ഇതിങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സെലക്ട് ചെയ്തിട്ട് പിന്നെ ഒരു മറുപടിയുമില്ല. അപ്പോൾ ഞാൻ എന്നും ഞങ്ങൾ ഹിന്ദുക്കളാണ് കേട്ടോ, ഞാൻ എന്നും ഉടമ്പടി പ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനം നടത്തുമായിരുന്നു, എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഞങ്ങൾ ഉടമ്പടി എടുത്തവരല്ലേ, എന്തിനാ പേടിക്കുന്നത്, മാതാവ് ഉണ്ടല്ലോ കൂടെ. ഇത് മാതാവ് ഞങ്ങൾ എന്തോ പദ്ധതി കണ്ടിട്ടുണ്ട്, അത് ഉറപ്പാണ്. ഇതിനിടയിൽ എൻ്റെ ഒരു ബ്രദറുണ്ട്, ഇവിടെ പുള്ളി വന്നിട്ടുണ്ട് അച്ഛനെ കാണാൻ വേണ്ടി, ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു രജീഷാണ്. അദ്ദേഹം പറഞ്ഞു, ചേട്ടാ ഇതിങ്ങനെ ലേറ്റായി പോകുന്നെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. പുള്ളി യൂറോപ്പിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടാ ഒന്ന് യൂറോപ്പിലൊന്ന് ട്രൈ ചെയ്തോളൂ. ഓക്കെ ഫൈൻ. ഞങ്ങൾ യൂറോപ്പിൽ ട്രൈ ചെയ്തു. എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് സമ്പൂർണ്ണ ജപമാല ചൊല്ലി ഒന്ന് പ്രാർത്ഥിച്ചാലോ. ഞങ്ങൾ ഡെയിലി ഓരോ ജപമാല ചൊല്ലുമായിരുന്നു. ഞാനും വൈഫും 13 ദിവസം സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിന് സമർപ്പിക്കുമായിരുന്നു. പിറ്റേ ദിവസം 14ാമത്തെ ദിവസം എനിക്ക് ഏജൻസിയിൽ നിന്ന് കോള് വരുന്നു, സതീഷ് നിങ്ങൾക്ക് പറ്റിയൊരു വേക്കൻസി ഉണ്ട്, പക്ഷേ വി വിൽ ലെറ്റ് യു നോ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു, ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. ഫൈൻ. എന്നിട്ട് കഴിഞ്ഞ 25-ാം തീയതി അച്ഛൻ്റെ ധ്യാനം ഞങ്ങൾ ഷക്കീന TV എന്നും കേൾക്കുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ ലാസ്റ്റ് പറയുന്നുണ്ട്, ജോലി തടസ്സമുള്ളവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നോളൂ എന്ന് അച്ഛൻ പറയുന്നു. ഞങ്ങൾ അതുതന്നെ ആവർത്തിച്ചു. TV ഓഫായി വിത്തിൻ സെക്കൻഡ് കൊണ്ട് എനിക്കൊരു കോള് ഏജൻസിയിൽ നിന്ന് വരുന്നു, യു ആർ സെലക്റ്റഡ്, നിങ്ങൾക്ക് യൂറോപ്പിൽ പോകാൻ എല്ലാം ഓക്കെ ആയി. ഞാനും എൻ്റെ കസിൻ ബ്രദർ രജീഷും ഈ 26 ഏപ്രിൽ 20 ഇവിടെ നിന്ന് പോവുകയാണ്. മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാൽ ഞങ്ങൾക്ക് മതിയാവില്ല. കോടാനും നന്ദി. പിന്നെ ഇവിടെ ഒത്തിരി പറയാനുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ട്, പക്ഷേ അതൊന്നും പറയാനുള്ള സമയം ഇവിടെ അനുവദിക്കില്ലെന്ന് എനിക്കറിയാം. ഒത്തിരി പേര് പറയാനുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മാതാവിൽ നിന്ന് കിട്ടിയ അനുഭവത്തിന് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഞങ്ങൾ തന്നെയാണ് അതിൻ്റെ സാക്ഷികൾ, ഞങ്ങൾ അനുഭവ സാക്ഷിയാണ് പറയുന്നത്. എല്ലാവരോടും പറയുന്നു, നിങ്ങളെല്ലാം നന്നായിട്ട് പ്രാർത്ഥിക്കും, മാതാവിനെ കൈവിടാതിരിക്കൂ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാതാവ് വിത്തിൻ നോ ടൈം മാതാവ് സാധിച്ചു തരുമെന്ന് ഉറപ്പാണ്. പ്രാർത്ഥിക്കുക. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് അച്ഛനെ കാണുന്ന ഭാഗ്യം കിട്ടിയിരുന്നു. ഇടയ്ക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇടയിൽ വന്ന് കണ്ടിരുന്നു. സോ ഒത്തിരി നന്ദി. സതീഷ് കുമാർ ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന ഈ സഹോദരൻ പറഞ്ഞ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഇദ്ദേഹത്തിന് കോവിഡ് മൂലം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ട്, ദുബായിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു. പിന്നെ അതിനുശേഷം എന്ന് പറയുന്നത് അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഏപ്രിൽ 12 വേണ്ടി ഒരു കോൾ വരികയും അത് പിന്നെ അവിടെ തന്നെ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹം അവിടുന്ന് പറയുകയാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ശരിയായി വരുന്നുണ്ട്, പക്ഷെ അതങ്ങോട്ട് നടക്കുന്നില്ല. അപ്പോൾ ഇത്തരണത്തിലെന്ന് പറയുന്നത് അദ്ദേഹം ഉടമ്പടി എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു അക്രൈസ്തവനായ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഉടമ്പടിയിലുള്ള എല്ലാ നിയമങ്ങളും ശരിക്ക് പാലിക്കുമായിരുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ പത്രം മേടിച്ച് ശരിയായ വിധത്തിൽ കൊടുക്കുന്നു, കാരുണ്യപ്രവൃത്തികളൊക്കെ ശരിയായ വിധത്തിൽ അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ, അമ്മ മാതാവിനോടുള്ള പ്രാർത്ഥനയിൽ വളരെ വിശ്വസ്തനായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. 12 ജപമാല വരെയും 13 ജപമാല അദ്ദേഹം വൈഫുമായിട്ടാണ് സമ്പൂർണ്ണ ജപമാല അദ്ദേഹം
ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ഇവിടെ യൂട്യൂബിലുള്ള ജോസഫച്ചൻ്റെ ആരാധനയും ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് കോൾ വരാതിരുന്നപ്പോൾ, യാതൊരുവിധ മറുപടിയും വരാതിരുന്നപ്പോൾ ഷെക്കീന ടി വിയിലെ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ ആ യൂട്യൂബിലുള്ള ആരാധനയും വചന സന്ദേശവും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയാണ്, ഇതേപോലെ വിസ വരാൻ തടസ്സമുള്ളവർ ഉണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു. ആ പ്രാർത്ഥന അദ്ദേഹം ആത്മാർത്ഥമായി ശ്രവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് വിത്തിൻ സെക്കൻഡിൽ, ഇത് ടി വി ഓഫാക്കി വിത്തിൻ സെക്കൻഡിൽ അദ്ദേഹത്തിന് കോൾ വരാണ്, യു ആർ സെലക്റ്റഡ് എന്നും പറഞ്ഞ്, അല്ലേ? അതെ. അപ്പം അങ്ങനെ അതാണ് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ഉടമ്പടിയിലുള്ള അനുഷ്ഠാനങ്ങൾ അങ്ങ് നടത്തി കഴിയുമ്പോഴെന്ന് പറയുന്നത് അവിടെ വലിയ അത്ഭുതവും അടയാളമാണ് അവിടെ ഉണ്ടാകുന്നത്. അതായത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ പറയാം, അദ്ദേഹത്തിൻ്റെ വിശ്വാസം, എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും എന്നുള്ളത് അതവിടെ അനർത്ഥമാകുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്, മാതാവിലുള്ള വിശ്വാസം, ഈശോയിലുള്ള വിശ്വാസം. അത് അദ്ദേഹത്തിന് ഉടനടി ആ ജോസഫച്ചൻ്റെ ആരാധന കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ നടക്കുകയാണ്. ഉടമ്പടി എടുത്തതിലൂടെ ഇദ്ദേഹത്തിന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ ജോലിക്കും കൃപകൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സമൃദ്ധമായി അമ്മ മാതാവ് ഈശോയെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ, അമ്മ മാതാവിനെ ശക്തമായി ഒന്ന് മഹത്വപ്പെടുത്താം.